നെക്സ്റ്റ് നമ്മൾ ലോസ് ഓഫ് ഗ്രാസ്പ് എന്നുള്ള വർക്കാണ് നോക്കുന്നത്. അത് സർജ് എന്ന് പറയുന്നൊരു റൈറ്ററും അതുപോലെ തന്നെ വിൻസെൻറ്റ് വോക്കേറ്റ് എന്ന് പറഞ്ഞ ഒരാളും കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ ലിറ്ററേച്ചറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണിത്. ആൻഡ് സർജിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് എല്ലാം റിസർച്ച് വർക്ക് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ക്രിയേഷനിലാണ്, എസ്പെഷ്യലി ഡിജിറ്റൽ ലിറ്ററേച്ചറിലാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രിയേഷൻസ് എല്ലാം ഇതുപോലെ യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക ആൻഡ് മിഡിൽ ഈസ്റ്റിലെല്ലാം എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിൻസെൻ്റ് എന്ന് പറയുന്ന ആളുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. അദ്ദേഹം NYCയിലാണ് റിസൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇദ്ദേഹം ലിറ്റററി റൈറ്റിങ്ങിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്. കണ്ടന്റ് ജനറേഷൻ ആൻഡ് ഇതിലൊക്കെ ഇദ്ദേഹത്തിന് കൂടുതൽ ഫോക്കസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുപേരുടെയും കൂടി ഒരുമിച്ചുള്ളൊരു കൊളാബറേറ്റീവ് വർക്കാണ് ലോസ് ഓഫ് ഗ്രാസ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് ദി ഐഡിയ ഓഫ് കൺട്രോളിങ് ആൻഡ് ഗ്രാസ്പിംഗ്. അത് ന്യൂ മീഡിയ റൈറ്റിംഗ് പ്രൈസിന് 2011 ഇവർക്ക് ഒരു പ്രൈസ് കിട്ടിയതാണ്, അവാർഡ് കിട്ടിയതാണ്. സോ ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോസും നമുക്കൊരു കാര്യം നഷ്ടപ്പെടുന്നതും നമ്മളൊരു കാര്യം ഗ്രാസ്പ് ചെയ്ത് വെക്കുന്നതും തമ്മിലുള്ളൊരു അൺസർട്ടനിറ്റിയിലാണ് ഈ ഒരു പോം, അല്ലെങ്കിൽ ആ ഒരു അൺസർട്ടനിറ്റിയെക്കുറിച്ചാണ് ഈ ഒരു പോം ഡിസ്കസ് ചെയ്യുന്നത്. ലോസ് ആൻഡ് ഗ്രാസ്പ്, അത് തമ്മിലുള്ളൊരു അൺസർട്ടനിറ്റിയെക്കുറിച്ചാണ് ഈ ഒരു പോം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടൈറ്റിൽ ഇവിടെ റിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്പേസിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങളെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും, ചില കാര്യങ്ങൾ നമ്മൾ എത്ര ഹോൾഡ് ചെയ്ത് വെച്ചാലും ചില സ്ലിപ്പായി പോവും. അപ്പോൾ ആ ഒരു കാര്യത്തിന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോം പോയേക്കുന്നത്. ഈ പോയം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴും ആ റീഡേഴ്സിൻ്റെ അറ്റൻഷന്, അതായത് നമ്മുടെ അറ്റൻഷനും നമ്മുടെ പേഷ്യൻസിനെയൊക്കെ ഒരു ടെസ്റ്റ് ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് പോമാണിത്. അപ്പോൾ വർക്കിന് 6 ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു സെൻട്രൽ ക്യാരക്ടറുണ്ട്. ആ സെൻട്രൽ അപ്പോൾ ഈ 6 എണ്ണത്തിനെയും കമ്പൈൻ ചെയ്ത് വെക്കുന്നത് ഈ സെൻട്രൽ ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനെ ഇവൻറ്റ്സ് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അപ്പോൾ ഒരു ഗ്രാസ്പിൻ്റെ, അതായത് ലോസ് ഓഫ് ഗ്രാസ്പ് എന്നാണ് ഈ ഒരു സ്റ്റോറിയുടെ നമ്മുടെ പേര്. അതായത് ഒരു മനുഷ്യൻ്റെ കൺട്രോൾ പോവുകയാണ്. അതായത് ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഏർജ്, ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ, അയാളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ഏർജ് കുറച്ച് കഴിയുമ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഇയാളുടെ മൈൻഡിൽ കാണുന്നുണ്ട്. ആൻഡ് ഈ പോം നമ്മളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഗ്രിപ്പ് ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 6 സീൻസ് ഒരു ക്യാരക്ടർ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അയാൾക്ക് ഗ്രാസ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഈ റീഡേഴ്സ് ഇത് കണ്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ വർക്കാണ്. അതായത് ഒരു മനുഷ്യൻ നമ്മളോട്, അല്ലെങ്കിൽ ഈ ഒരു പോം നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ ഐഡിയ ദാറ്റ് ഇൻ ലൈഫ് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്, സിറ്റുവേഷൻസിലാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഗ്രാസ്പ് ഉള്ളതെന്ന് നമുക്ക് തോന്നുന്നത്. ആൻഡ് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഗ്രാസ്പ് ഉണ്ടോ, അതോ നമ്മൾ ഗ്രാസ്പ് ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കുവാണോ എന്ന് ഒരു ക്യാരക്ടർ ഇങ്ങനെ 6 സീൻ വെച്ചിട്ട് നമ്മളുടെ അടുത്ത് ഇൻറ്ററാക്ട് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു പോം പോകുന്നത്. ദെൻ അപ്പോൾ ഒരു ഓൺലൈൻ ഡിജിറ്റൽ ക്രിയേഷനാണിത് കേട്ടോ. അത് ഗ്രാസ്പിനെ കുറിച്ചും കൺട്രോളിനെ കുറിച്ചുമാണ്. അണ്ടർ വിച്ച് സർക്കംസ്റ്റൻസസ് ഡു വി ഫീൽ വി ഹാവ് ഗ്രാസ്പ് ഓൺ അവർ ലൈഫ് ഓർ നോട്ട്. അങ്ങനെ 6 സീൻസിനെ കുറിച്ച് ഇതിനകത്ത് വീണ്ടും പറഞ്ഞു പോയേക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഹെഡ്സെറ്റ്, ഹെഡ്ഫോൺ, ലൗഡ് സ്പീക്കേഴ്സ് അല്ലെങ്കിൽ വെബ് ക്യാം ഒക്കെ വേണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 5th സീനിൽ വെബ് ക്യാം വേണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു 10 മിനിറ്റോളം ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു നറേറ്റീവാണ്, ഒരു ഇൻട്രാക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് സീനിനകത്ത് റീഡർ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റോറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ മൗസ് വെച്ച് റോൾ ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റോറി കാണാൻ സാധിക്കും. സെൻറ്റൻസുകളിൽ നമ്മളൊരു സെൻറ്റൻസിൻ്റെ അവിടെ വെച്ചിട്ട് മൗസ് കൊണ്ട് റോൾ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോറി വായിക്കാൻ പറ്റും. അത് സ്റ്റോറി ഇങ്ങനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നെക്സ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെ അപ്പിയർ ആയിക്കൊണ്ടിരിക്കും. ഈ സ്പീക്കിംഗ് സബ്ജക്റ്റ് ആണെങ്കിലും നറേറ്റർ ആണെന്നുണ്ടെങ്കിലും ഇറ്റ് ടോക്സ് അബൌട്ട് ദി കൺട്രോൾ ഹി ഹാസ് ഹാഡ് ഓവർ ഹിസ് ലൈഫ് സോ ഫാർ. അയാളുടെ ലൈഫിൽ അയാൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കൺട്രോളിനെ കുറിച്ചാണ് അയാൾ സംസാരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു സെൻറ്റൻസ് വരും, എവറിത്തിങ് എസ്കേപ്സ് മീ എന്ന് പറഞ്ഞിട്ട് മൗസ് പോയിന്റർ ഡിസപ്പിയർ ആവുകയാണ്. നമ്മൾ ലാപ്ടോപ്പിൽ ഇതെടുത്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെൻറ്റൻസ് പെട്ടെന്ന് കയറി വരും, എവറിത്തിങ് എസ്കേപ്സ് മീ എന്ന്. എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം ഇങ്ങനെ എസ്കേപ്പ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ കയ്യിൽ, ജീവിതത്തിൽ നിന്ന് എല്ലാം ഇങ്ങനെ എൻ്റെ ആ ഒരു ഗ്രാസ്പിംഗ് പവർ അല്ലെങ്കിൽ ആ ഒരു ഹോൾഡിംഗ് പവർ ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് പറഞ്ഞ് ആ സെൻറ്റൻസിന് ശേഷം മൗസ് പോയിന്ററും
എന്താണ് ആ മൗസ് നമ്മൾ അനക്കുമ്പോൾ ഒരു ആരോ വരത്തില്ലേ, അതും ഡിസപ്പിയർ ആവുകയാണ് ചെയ്യുന്നത്. റീഡേഴ്സിന് എന്ത് ചെയ്യാം, റോൾ ചെയ്യാം, എന്താണ് ഈ സെന്റൻസിന് ഓരോ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. നമ്മൾ മൗസ് റോൾ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ ഓരോ സെന്റൻസും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓരോന്ന് ഡിസപ്പിയർ ആവും, അടുത്ത സെന്റൻസ് വരും. പക്ഷേ ഓൺലി വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് മൗസ് പോയിന്റർ ഓൺ ദ സ്ക്രീൻ. മൗസ് പോയിന്റർ കാണത്തില്ല, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താണ് വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ റീഡേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലോസ് ഓഫ് ഗ്രാസ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ സെക്കൻഡ് സീൻ എന്ന് പറയുന്നത് എന്താണ്, എൻകൗണ്ടർ ബിറ്റ്വീൻ ദ നറേറ്റർ ആൻഡ് ഹിസ് ഫ്യൂച്ചർ വൈഫാണ്. 20 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നറേറ്റർ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. നറേറ്റർ എന്ന് വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതായത് ടു റിവീൽ ഹർ. അപ്പോൾ റീഡറിന് എന്താണ് നമ്മളുടെ അടുത്ത് പറയുവാണ്, റിവീൽ ചെയ്യൂ, ഐ ഹാഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ടു റിവീൽ ഹർ എന്നും ഇങ്ങനെ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുക. അതായത് നമ്മൾ വേണം എന്ത് ചെയ്യാൻ, ഈ ഫേസ് ഓഫ് ദ വുമൺ ഡിസ്കവർ ചെയ്യാൻ മൗസ് പോയിന്റർ മൂവ് ചെയ്തതിന് ശേഷം. ഈ മൂവ്മെന്റ്സ് എന്ത് ചെയ്യും, കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എന്താണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ, അതായത് നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഒരു സ്ത്രീയുടെ ഒരു രൂപം വരുന്ന കണക്ക് തോന്നും, അതിങ്ങനെ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുവാണ്. ഒരു പോർട്രേറ്റ് ഓഫ് എ വുമൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്താണ് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എന്താണ് തുടരെ വന്നുകൊണ്ടിരിക്കും. ആ ക്വസ്റ്റ്യൻസ് വഴിയാണ് ആ ഫേസ് പതുക്കെ എന്ത് ചെയ്യുന്നത്, നമുക്ക് വിസിബിളായി വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആ സ്ത്രീയുടെ പോർട്രേറ്റിനെ വിസിബിൾ ആക്കി മാറ്റുന്നത്. ഓക്കെ, തേർഡ് സീനിനകത്ത് 20 years ഹാവ് പാസ്റ്റ്. ഇപ്പോൾ നറേറ്റർ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു നോട്ട് അയാളുടെ വൈഫിൽ നിന്നുള്ളത് വായിക്കുവാണ് ഇയാൾ. അപ്പം എന്താണ് ഇയാൾ എന്നിട്ട് കൺട്രോളിന്റെ അതായത് ലോസ് ഓഫ് കൺട്രോളിനെ കുറിച്ച് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ റീഡറിന് എന്താണ് ഒരു ലവ് പോയം അല്ലെങ്കിൽ എന്താണ് ഇയാൾക്ക് കിട്ടിയൊരു നോട്ടുണ്ടല്ലോ വൈഫ് കൊടുത്ത, ആ ഒരു നോട്ട് ഒരു ലവ് പോയമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് നോട്ടായിട്ടോ നമുക്കതിനെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഡബിൾ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ റീഡർ മൗസ് കേഴ്സറിനെ ടോപ്പിലോട്ട് മാറ്റുവാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഒരു ലവ് പോയമായിട്ട് അൺഫോൾഡ് ചെയ്യും. ഇപ്പോൾ കേഴ്സറിനെ നമ്മൾ താഴോട്ടാക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോട്ടം ലൈനിലോട്ട് കേഴ്സറിനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ലൈൻ എല്ലാം റിവേഴ്സ്ഡ് ആയിട്ട് ടെക്സ്റ്റ് ഒരു ബ്രേക്കപ്പ് നോട്ടായിട്ട് മാറും. ഓക്കെ, ആൻഡ് ഫോർത്ത് സീനിനകത്ത് എന്താ വരുന്നതെന്ന് വെച്ചാൽ ടീനേജ് സൺ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അതായത് നമ്മുടെ നറേറ്ററിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ടു റീഡ് ഹിസ് റിട്ടൺ അസൈൻമെന്റ് ഓൺ ദ തീം ഓഫ് ദി ഹീറോ. അതായത് ആ പയ്യൻ ഒരു അസൈൻമെന്റ് എഴുതി, ഹീറോയാണ് തീം, അതിനെക്കുറിച്ചൊരു അസൈൻമെന്റ് വായിക്കാനാണ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫാദറിന് എന്താണ് ടെക്സ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. അപ്പോൾ റീഡർ എന്ത് ചെയ്യാണ്, ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെന്റൻസസ് ഇങ്ങനെ അപ്പിയർ ചെയ്യുന്നുണ്ട്. ലെറ്റേഴ്സ് ഫ്രം എന്താണ് വരുന്നതെന്ന് വെച്ചാൽ ഐ ഡോണ്ട് ലവ് യു, യു ഡോണ്ട് നോ മീ, വി ഹാവ് നത്തിങ് ഇൻ കോമൺ ആൻഡ് ഐ ഡോണ്ട് വോണ്ട് എനിത്തിങ് ഫ്രം യു, യു ആർ നോട്ട് എ മോഡൽ ഫോർ മീ, ഐ വോണ്ട് ടു മേക്ക് മൈ ഓൺ വേ, സൂൺ ഐ വിൽ ലീവ്. ഇതാണ് അതിനകത്ത് വരുന്ന ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് സീനിനകത്ത് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നറേറ്ററിന്റെ തന്നെ ഇമേജ് എന്തായിക്കൊണ്ടിരിക്കുവാണ്, സ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് റീഡറിന്റെ ഇമേജ് സ്ക്രീനിൽ വെബ് ക്യാം വഴി, അതാണ് വെബ് ക്യാം ഓപ്പൺ ആക്കി വെക്കണമെന്ന് പറഞ്ഞത് ഫിഫ്ത്ത് സീനിൽ. വെബ് ക്യാം എന്ന് വെച്ചാൽ നമ്മുടെ ഇമേജ് ആയിരിക്കും പിന്നെ നമ്മൾ അതിനകത്ത് കാണുന്നത്. അപ്പം അത്രയും നേരം നറേറ്ററിന്റെ ഇമേജ് എന്ത് ചെയ്യാണ്, പെട്ടെന്ന് മാഞ്ഞു പോവുകയും സ്ലിപ്പ് ആവുകയും നമ്മുടെ റീഡറിന്റെ ഇമേജ് പെട്ടെന്ന് അവിടെ വെബ് ക്യാമിൽ അപ്പിയർ ആവുകയും ചെയ്യുവാണ്. എന്നിട്ട് റീഡറിന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഇഷ്ടമുള്ള ഇമേജ്, അതായത് നമ്മുടെ തന്നെ ഇമേജ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് നറേറ്റർ കൺഫസ് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് നറേറ്റർ കൺഫസ് ചെയ്യുന്നുണ്ട് ഐ ഫീൽ മാനിപ്പുലേറ്റഡ് എന്നുള്ളത്. എനിക്ക് എന്തോ ഒരു മാനിപ്പുലേഷൻ തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ അയാളുടെ പതുക്കെ ഇമേജ് മാറിയിട്ട് നമ്മുടെ ഇമേജ് അല്ലേ പിന്നെ അതിനകത്ത് വരുന്നത്. സോ പിന്നെ അടുത്ത് വരുന്ന സെന്റൻസ് എന്താണ്, നമ്മുടെ ഇമേജ് സ്ക്രീനകത്ത് കാണിക്കുമ്പോൾ വരുന്ന സെന്റൻസ് എന്താണ്, ഐ ഫീൽ മാനിപ്പുലേറ്റഡ്. ദെൻ സിക്സ്ത് ആൻഡ് ഫൈനൽ സീനകത്ത് നറേറ്റർ എന്താണ്, കൺട്രോൾ റീഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് വിൻഡോ വരുന്നുണ്ട്, അത് റീഡറിന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യുവാണ്. അതായത് അവിടെ വേണമെന്നുണ്ടെങ്കിൽ റീഡറിന് എഴുതാം എന്ന് പറയുകയാണ്. അപ്പം ഏതെങ്കിലും കീ യൂസ് ചെയ്ത് റീഡർ പ്രസ് ചെയ്യുമ്പോൾ ഫോളോയിങ് ടെക്സ്റ്റ് ആണ് അപ്പിയർ ചെയ്യുന്നത്. എന്താണ്, നമ്മൾ എങ്ങനെ എഴുതാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് അപ്പിയർ ചെയ്യുന്നത് എന്താണ്, ഐ ആം ഡൂയിങ് ഓൾ ഐ ക്യാൻ ടു ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ മൈ ലൈഫ് അഗെയിൻ. ഞാൻ എല്ലാം ചെയ്യുവാണ്, എൻ്റെ ലൈഫിൻ്റെ ഗ്രിപ്പ് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാണ്. ഞാനാണ് ചോയ്സസ്, ഐ മേക്ക് ചോയ്സസ് എന്ന് പറയുന്നതുകൊണ്ട് ഞാനാണ് എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നതെന്ന് അതിനകത്ത് പറയുന്നു. ഐ കൺട്രോൾ മൈ ഇമോഷൻസ് ആൻഡ് ദ മീനിങ് ഓഫ് ദ തിങ്സ് എന്ന് പറയുന്നു. അറ്റ് ലാസ്റ്റ് ഐ ഹാവ് എ ഗ്രാസ്പ് എന്ന് പറയുകയാണ്. ശരി, അങ്ങനെ അതുവഴി എനിക്കൊരു ഗ്രാസ്പ് കിട്ടുവാണ് ലൈഫിൽ. അപ്പം ഇവിടെ എന്താണ്, റീഡർ ഇസ് ഫേസിങ് എ മാനിപ്പുലേഷൻ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് എന്തോ പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്ക്രീനിൽ എഴുതാൻ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കീബോർഡിൽ ഒരു കീക്കകത്ത് അമർത്തുമല്ലോ ആ സമയത്ത്. അപ്പോൾ എന്താ വരുന്നത്, നമ്മളെ നറേറ്ററിന്റെ വാക്കുകളാണ് അതിനകത്ത് അവിടെ കയറി വരുന്നത്. അപ്പം നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാനിപ്പുലേറ്റഡ് ആയിട്ട് പോകുന്നത് അല്ലേ.
ആൻഡ് റീഡർ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ ലോസ് ഓഫ് ഗ്രാസ്പാണ് ഇപ്പോൾ അവിടെ കിട്ടുന്നത്. അതായത് നമ്മൾ വിചാരിച്ചു ഇയാൾ പോയി, ഇയാളുടെ ഇമേജ് ഡിസപ്പിയർ ആയി പോയി, ഇയാൾക്ക് ലോസ് ഓഫ് ഗ്രാസ്പ് നഷ്ടം, അതായത് ജീവിതത്തിലെ ഗ്രാസ്പ് നഷ്ടമായെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. എന്താ ഇപ്പം ആർക്കാണ് നഷ്ടമായത്? നമ്മൾ മാനിപ്പുലേറ്റഡ് ആയി, നമ്മൾ വിചാരിച്ച പോലെ അല്ല റീഡർ. ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടറിലുള്ള നമ്മുടെ ഗ്രാസ്പാണ് നഷ്ടമായി പോയത്. നമ്മുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ചല്ല ക്യാരക്ടർ പിന്നെ അവസാനം വന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രാക്റ്റീവ് നെറേറ്റീവാണ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോം നോക്കിക്കൊള്ളുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാത്തിനകത്തും ഉള്ളത്. ഇപ്പം നിങ്ങൾ ഗൈഡ് എടുത്ത് നോക്കിയാലും ഈ ഒരു ടെക്സ്റ്റിനകത്ത് നോക്കിയാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മുടെ ഈ ഇൻ്റർപ്രിറ്റേഷൻ കേട്ടിട്ട് നിങ്ങൾ എന്താ പറയുക, ഈ ഒരു പോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇതായിരിക്കും. ഒരു ഡിജിറ്റൽ നെറേറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇത് കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോവാം. 2010 കേട്ടോ ഇത് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഓൺലൈൻ ഡിജിറ്റൽ ക്രിയേഷനാണ്. കൺട്രോളിനെ കുറിച്ചും ഗ്രാസ്പിനെ കുറിച്ചും പറയുന്ന 2 ഓതേഴ്സാണുള്ളത്. പിന്നെ ഇത് എവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ലിറ്ററേച്ചറിൽ, അതായത് ഒരു ആന്തോളജിക്കകത്താണ് ഇതുള്ളത്. ഇലക്ട്രോണിക് ലിറ്ററേച്ചറിനും ആന്തോളജി ഉണ്ട്, കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇലക്ട്രോണിക് ലിറ്ററേച്ചറിലെ ആന്തോളജി ആയിട്ടുള്ള മോഡൽ ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നൊവേഷൻ ഇൻ പ്രാക്ടീസ്, ആ ആന്തോളജിയിലാണ് ഉള്ളത്. അത് ഒരു 4 ഫീച്ചേഴ്സ്, അതായത് ഈ ലോസ് ഓഫ് ഗ്രാസ്പ് എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? കളർ, ഗ്രാഫിക്സ്, ടെക്സ്റ്റ്, പിന്നെ നോൺ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള സൗണ്ടുകളൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. റീഡറിനെ എന്ത് ചെയ്യുവാണ്, ആ മൗസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മളെ ആ ഒരു ആക്ടിവിറ്റിയിലോട്ട് നല്ല രീതിയിൽ ഇൻവോൾവ് ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് എവിടെ നിന്നാണ് ഈ ഒരു ടൈറ്റിൽ കിട്ടിയത്? ഈ ലോസ് ആൻഡ് ഗ്രാസ്പ് എന്ന് പറയുന്നത് ആൻഡ്രിയ ഡെൽസാട്ടോ, അതായത് റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഒരു പോയമായിട്ടുള്ള ആൻഡ്രിയ ഡെൽസാട്ടോയ്ക്കകത്തുള്ള ആ പോയത്തിനകത്തു നിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ്, ആരാണ് സേർജ് എന്നുള്ളത്, വിൻസെൻ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലോസ് ഓഫ് ഗ്രാസ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക. ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുമ്പോൾ ഇത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം, അതായത് നമ്മൾ ഓരോ മൗസ് വെച്ച് ഓരോ ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കംപ്ലയിൻ്റ് ആണ് നമ്മുടെ നെറേറ്റർ പറയുന്നത്. നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് വരുവാണ്. അവസാനം നമ്മൾ ഇൻവോൾവ് ആയിട്ട് വരുമ്പോൾ നമ്മളാണ് അവസാനം മനസ്സിലാക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ക്യാരക്ടറിൻ്റെ ഗ്രാസ്പ് നഷ്ടപ്പെട്ടു പോയേക്കുവാണെന്നുള്ളത്. ഓക്കെ. പിന്നെ 6th സീനകത്തുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇൻപുട്ട് വിൻഡോ ഓപ്പൺ ആയി വരുന്നു. റീഡർ നമുക്ക് എന്തെങ്കിലും എഴുതാമെന്ന് പറയുന്നു. റീഡർ ടൈപ്പ് ചെയ്യുമ്പോൾ വേറൊരു ടെക്സ്റ്റാണ് വരുന്നത്. എന്താണ്, ഞാൻ കൺട്രോൾ ചെയ്യുന്നു എൻ്റെ ഇമോഷൻസ്, എൻ്റെ മീനിങ് ഓഫ് തിങ്സ്, അറ്റ് ലാസ്റ്റ് ഐ ഹാവ് എ ഗ്രാസ്പ് എന്നുള്ള ടെക്സ്റ്റാണ് വരുന്നത്. അപ്പോൾ റീഡറാണ് അവസാനം അവിടെ എന്താവുന്നത്, മാനിപ്പുലേറ്റഡ് ആകുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസും സ്ക്രീനിലെ ഡിസ്പ്ലേയും തമ്മിൽ വ്യത്യാസമാണ് വരുന്നത് അല്ലേ. നമ്മൾ വിചാരിക്കുന്നു അയാൾ ഇനി നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാമെന്ന്. അപ്പോഴാണ് അയാൾ നെറേറ്റർ എന്താണ് വരുന്നത്, ഞാൻ തിരിച്ചു വന്നു, എനിക്ക് എൻ്റെ ഗ്രാസ്പ് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട്. ദെൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സീനിൽ എന്താണ് വന്നതെന്നുള്ളത് നോക്കിക്കോളൂ. ഇതുപോലെ ഓരോ സീൻ ബൈ സീനും നമ്മുടെ അടുത്ത് ചോദിക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 2 റൈറ്റേഴ്സിനെ കുറിച്ച് ചോദിക്കുക, ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറയുക, ഈ ടൈറ്റിൽ എവിടെ നിന്നാണ് എടുത്തതെന്നുള്ളത് പറയുക. ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് തികച്ചും ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോവമാണ്.